ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടത് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ അടുക്കളയിലാട്ടോ. കലക്കി പറഞ്ഞ അപ്പം, മുട്ട, ദാൽ കറി, കട്ടൻ ചായ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചെറിയൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ തയ്യാറാക്കുന്നത്. നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ നല്ല മഴക്കാലമാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന പല ആളുകളുണ്ടാവും. പുറത്തറിയിക്കാതെയോ അല്ലെങ്കിൽ അവരൊന്നും നമ്മളോടൊന്നും പറയാതെയോ പല സംഗതികളും കാണും. അപ്പോൾ നമ്മൾ അറിയുന്ന വിഷയങ്ങൾ, എന്തെങ്കിലും വിഷയം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് നാലാളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും, നമ്മുടെ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ, മറ്റ് സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലാ നാടും, അതില്ലാത്തൊരു നാടും നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് അവരെക്കുറിച്ച് അവരിലെത്തിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ ഞാനിപ്പോൾ എൻ്റെ അയൽവക്കത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയൊരു വീഡിയോ എടുത്ത് നേരെ അപ്ലോഡ് ചെയ്ത് അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ട കാര്യമല്ല. കാരണം അങ്ങനെ നമ്മളൊരാളെ വീഡിയോ എടുക്കുമ്പോൾ ഒരു അമ്മയാണെങ്കിലും ഒരു ആരാണെങ്കിലും പ്രായം ചെന്ന ആരാണെങ്കിലും അവർക്കൊരുപാട് ബലഹീനതകളുണ്ടാവും, പോരായ്മകളുണ്ടാവും, കുറവുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ലോകത്തിന് മുമ്പ് എത്തിക്കുന്നതിന് മുമ്പ് അവർക്ക് കുടുംബങ്ങളുണ്ടോ, അവർക്ക് കൂട്ടം കുടുംബമുണ്ടോ, മക്കളുണ്ടോ, അവരിതൊന്ന് അറിയിക്കണം. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അവരിതിന് എന്തിങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയണം. മനസ്സിലായില്ലേ? ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നറിയണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുണ്ടായൊരു സംഭവമാണിത്. അപ്പോൾ ഈ വിഷയത്തിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ഒരുപാട് വിശദീകരിച്ച് പറയുമ്പോൾ ഈ അമ്മേൻ്റെ കുടുംബക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായത്. കാരണം നമ്മുടെ സുഹൃത്തുക്കളും കൂടിയാണ് അവർക്ക്, നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെയാണ് അവർ. കാരണം നമുക്ക് ഈ അമ്മയെക്കുറിച്ച് അറിയാം, അമ്മയുടെ ക്യാരക്ടർ എന്താണെന്നറിയാം. അവരങ്ങനെ പ്രായമായ ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞാടി അതിനെ പിടിച്ച് കെട്ടിട്ടാൽ നിൽക്കുമോ? കയറിട്ട് ചെങ്ങലിട്ട് കെട്ടിട്ടാലേ നിൽക്കുള്ളൂ. മാമ്പഴക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ് കുഞ്ഞാടിനെ കുറിച്ച്. കുഞ്ഞാടിനെ നമുക്ക് ആർക്കും, അവരുടെ വീട്ടിൽ എത്ര മക്കളുണ്ട്, അവർ തടയാഞ്ഞിട്ടാണോ? ഇത്രയും പ്രായമായ മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓരോ മനുഷ്യനും പ്രായമാകുമ്പോൾ ഓരോ രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. നമ്മളായാലും ചിലപ്പോൾ ഞാനായാലും നിങ്ങളൊക്കെ ആയാലും കാണുന്ന ആരാണെങ്കിലും ഏത് രീതിയിലാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, പല സംഗതികളും. ഇപ്പോൾ ഈ പ്രവാസികൾ വന്നവരുണ്ടാവും, അവർ പല ഘട്ടങ്ങളിൽ ഉറൂബാക്കപ്പെട്ടവരുണ്ടാവും. നാട്ടിൽ വന്ന് രോഗിയായി അവർ രോഗിയും കൂടി ആവാം. അവർക്ക് വേറെ പണിക്കോ പ്രത്യേകിച്ച് മറ്റുള്ള സംഗതികൾക്കൊന്നും പോകാൻ പറ്റാത്ത ആളുകളാവാം. ഇങ്ങനെ ആളുകളൊക്കെ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ അവരെ വീക്ഷിക്കുകയും അവരോട് ചെന്ന് സംസാരിക്കുകയും പ്രശ്നങ്ങൾ പ്രയാസം എന്ന് പറയുകയും ഒക്കെ നമ്മൾ അറിയിക്കണം കേട്ടോ എന്ന് പറയുകയും ചെയ്യാതെ നമ്മൾ വേറെ രീതിയിൽ അതിനെ കാണരുത്, മറ്റു രീതിയിലാക്കി തീർക്കരുത്. അത് അവരുടെ കുടുംബത്തിനും ഒക്കെ അപമാനമാണ്. അത് ചിലപ്പോൾ അവർ കുടുംബത്തെ പോലും അറിയിച്ചിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഷയം ഈ അമ്മയാണ്. ഈ അമ്മയെക്കുറിച്ച് നമ്മുടെ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്ന ഒരു വിഷയം. അപ്പോൾ ആ അമ്മേൻ്റെ കുടുംബമൊക്കെ നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു, അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർക്കൊക്കെ ഭയങ്കര നിരാശയുണ്ട്, വിഷമമുണ്ട്. കാരണം അവർ ഈ അമ്മയെ ഏത് ഘട്ടത്തിലും, സുഖമില്ലാതിരിക്കുന്ന ഏതൊരു ഘട്ടത്തിൽ അവരെ കൊണ്ടുപോയി സംരക്ഷിച്ച് സുഖമായിട്ട് നോക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവർ അവിടെ ഒന്നും നിൽക്കൂല, അതാണ് സംഭവം. ഇവരൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെട്ടിടാൻ പറ്റും. അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള ആരോഗ്യമുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയാണ്. അവർക്ക് അതിൻ്റെ പ്രായമല്ല, അതിനേക്കാളും നല്ല ആരോഗ്യമുണ്ട്. അവരുടെ ഭക്ഷണ രീതികളാവാം. അപ്പോൾ ഈ പുള്ളി വീഡിയോ എടുത്തിട്ട് ചെയ്തതെന്താണെന്നറിയോ? അവരുടെ അടുക്കള കയറി ചട്ടിയിൽ ചീര, ഇലക്കറി, എന്തൊക്കെ തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുഹൃത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചട്ടി കണ്ടോ, നിങ്ങൾ ചട്ടിയിലുള്ള കൂട്ടാൻ കണ്ടോ, ഇലക്കറിയാണ്, എന്തൊക്കെയാണ്, ചമ്മന്തിയാണ്. നമ്മളൊക്കെ അൽഫാമും പിന്നെ കുഴിമന്തിയൊക്കെ അല്ലേ കഴിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഈ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ അമ്മയുടെ കാര്യത്തിൽ ഈ സുഹൃത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അതും കൂടി ഈ സുഹൃത്ത് മനസ്സിലാക്കണം. ഈ സുഹൃത്ത് വീഡിയോ എടുക്കുമ്പോൾ സുഹൃത്ത് ഒരുപാട് ആലോചിക്കണം. വെറുതെ ഓടിച്ചെന്നൊരു വീഡിയോ എടുക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഒന്നും വിട്ടു പറയുന്നില്ല, അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഈ അമ്മേൻ്റെ വിഷയം എടുത്തിടുമ്പോൾ അമ്മേൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ പ്രചരിപ്പിക്കുന്നില്ല. അത് മറ്റുള്ള ആളുകൾക്ക് വിഷമം ഉണ്ടാക്കും, അവരുടെ കുടുംബക്കാർക്ക് വിഷമം ഉണ്ടാക്കും. ഈ വീഡിയോ കണ്ടിട്ട് തന്നെ അവരാകെ തകർന്നു പോയിട്ടുണ്ട്. എങ്ങനെ ഇതിൻ്റെ പരാധീനതകളും ഇതിൻ്റെ ശോചനീയാവസ്ഥയൊക്കെ കാണിച്ച് ചെയ്ത വീഡിയോ. അവർക്ക് വീടുണ്ട്, ആ വീടിൻ്റെ മേൽക്കൂര തകർന്നിരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലത്തെ യുവാക്കളെല്ലാം ചേർന്ന് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ട് കൊടുത്തിരുന്നു. അതിനെ മേൽക്കൂര പുതുക്കി പണിത് ഇരുമ്പും കമ്പിയാക്കി കൊടുത്തിരുന്നു, മൊത്തം സ്ക്വയർ പൈപ്പാക്കി കൊടുത്തിരുന്നു. പിന്നെ ബാത്റൂമിൻ്റെ പ്രശ്നമാണില്ല, അത് പരിഹരിച്ച് കൊടുത്തിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. വീഡിയോ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം അതൊരു കുടുംബത്തിന് മാനം കെടുത്തുന്ന പരിപാടിയാണ്. പിന്നെ അവർക്ക് ഏതോ ഫേസ്ബുക്ക് ഫ്രണ്ട് പിന്നെ ₹1000 കവറിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് അവരുടെ കുടുംബക്കാരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിനെക്കുറിച്ച് ഇനി വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അത് നാടിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം മാമ്പേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഷിഖ്, സെയ്ദ് കാക്കു, അതിനകത്ത് പാർട്ടി രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി രാഷ്ട്രീയമൊന്നുമില്ല. എന്ത് വിഷയം ആർക്കും ചെന്ന് പറയാം. സെയ്ദ് കാക്കുവിൻ്റെ അടുത്തും പറയാം, ഈ ആഷിഖിൻ്റെ അടുത്തും പറയാം. അവരെ കൊണ്ട് പറ്റുന്ന, ഈ ക്ലബിൻ്റെ കെയർ ഓഫിലായിക്കോട്ടെ, വ്യക്തിപരമായിട്ടായിക്കോട്ടെ, അവർക്കൊക്കെ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും. മറ്റ് പല കാര്യങ്ങളും ഭിന്നിപ്പ് നമ്മളിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതുപോലത്തെ ഘട്ടങ്ങൾ വരുമ്പോൾ അവരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കും. നമുക്ക് അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മാമ്പഴക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ വക വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരോടും, മാമ്പഴക്കാരോടും മാത്രമല്ല നാട്ടുകാരോടും മൊത്തം. ഒരാളെ മോശമാക്കാൻ എളുപ്പമുണ്ട്. ഈ അൽഫാമും കുഴിമന്തി നിന്ന് കിടക്കുന്ന നമുക്കൊക്കെ എന്താ അവർക്ക് ഓരോന്ന് കൊണ്ടേ കൊടുത്തൂടെ? അവരാ ചീര തോരൻ വെച്ച, അല്ലെങ്കിൽ ഇലക്കറി തോരൻ വെച്ച പിന്നെ ചട്ടി യൂട്യൂബിലിടേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ട് കൊടുത്തൂടാ? അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ടേ കൊടുത്തൂടാ? അവർ ഞാൻ പറയല്ല, എൻ്റെ അനിയൻ്റെ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. മറ്റൊരു സുഹൃത്തുണ്ട്, അവൻ്റെ അവൻ്റെ ഭാര്യ അവിടെ ഒരുപാട് കിടന്നിട്ടുണ്ടത്. ഞാനും ഇവരുടെ അടുത്ത് താമസിച്ചിരുന്നു ഒരു കാലത്ത് വാടകയ്ക്ക്. ഞാൻ കുറേ കാലം 20 വർഷം വാടകയ്ക്ക് താമസിച്ച ആളാണ്. അപ്പോൾ ഇവരുടെ തൊട്ടടുത്ത് വീട്ടിൽ ഞാനും താമസിച്ചിരുന്നു കുറച്ച് കാലം. അന്ന് ഞാൻ പ്രവാസിയായിരുന്നു. അന്ന് എൻ്റെ ഭാര്യൻ്റെ അടുത്ത് വന്ന് അവർ പായും തലക്കണയൊക്കെ വന്ന് കിടക്കുമായിരുന്നു, അവിടെയുള്ള ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇതൊക്കെ നമ്മൾ കണക്ക് പറയാൻ വിളിച്ചു പറയല്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ ചെയ്യുന്നതിന് പകരം ഇവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ, ഇവരുടെ പ്രായം മനസ്സിലാക്കാതെ, ഇവരെക്കുറിച്ച് ചിന്തിക്കാതെ, ഇവരെ കുടുംബത്തിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, ഈ നാട്ടുകാരെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു വീഡിയോ എടുത്ത് ഇടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ലക്ഷ്യം? അതും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വീട് പിന്നെ ഭയങ്കര ആർഭാടമൊന്നും വേണ്ട, വാർക്ക് വീട് വേണ്ട, എനിക്കിരിക്കുന്ന വീട് മതി, എനിക്കിതിൽ നിന്ന് ഈ വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവർ. മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആഷിഖ് സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വീടൊന്നും പൊളിക്കാതെ ആ വീട്ടുമ്പോൾ തന്നെ മേൽക്കൂര മാറ്റി കൊടുത്തത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവരോട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ, പിന്നെ അവർക്ക് വെള്ളത്തിന് ചെറിയ പ്രശ്നമുണ്ട്. കാരണം അവർ അന്ന് 2-3 വർഷം മുമ്പാണ്, അന്ന് ഇപ്പോൾ അവർക്ക് നടക്കാൻ പ്രയാസമൊന്നും ഉണ്ടായില്ല. അന്ന് അവർ വെള്ള ടാങ്ക് അതിൻ്റെ അടുത്തുണ്ട്, ആ ടാങ്കിൻ്റെ പൈപ്പ് കുറച്ച് അകലെയായിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ ഏകദേശം ഒരു 10 അടി അടുത്തെത്തിയിട്ടുണ്ട്, 10-15 അടി അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ഓസൊക്കെ ഇട്ട് ഇനി അവർക്ക് ടാങ്കിൽ വെള്ളം എടുക്കാനുള്ള സംവിധാനം കൂടി ഇവർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കേണ്ടതിന് പകരം ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ അടുക്കളയും അവരുടെ കിടക്കുന്ന ബെഡും, അവർ കിടക്കുന്ന ബെഡൊക്കെ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു തന്നെയാണ്. അത് ഇരുമ്പാണ്, അത് ഞെട്ടും ബോൾട്ടുമാണ്, അത് കുറച്ച് ലൂസായി കിടക്കുന്നുണ്ട്. ഈ സുഹൃത്തിനെന്താ അതിൻ്റെ ഞെട്ടും ബോൾട്ടൊന്ന് മുറുക്കി കൊടുത്തൂടെ? അവർക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ, അത് ഇളകി പൊട്ടിയിട്ടൊന്നുമില്ല, അത് ആടണുണ്ട്. എന്തുകൊണ്ടാണ്? അത് കുറച്ച് ലൂസാണ്, അതിൻ്റെ ബോൾട്ട് ലൂസാണ്. അതൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കുറിച്ച് പ്രചരിപ്പിക്കരുത്. അവരുടെ കുടുംബത്തിനത് മാനസികമായിട്ട് വല്ലാതെ വിഷമമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇനിയും പറയുകയാണെങ്കിൽ പറയും. എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ഞാൻ ആ കുടുംബത്തിനെ എനിക്കിതിനകത്ത് വലിച്ചിഴക്കാൻ താല്പര്യമില്ല, ചളിവാരിത്തേക്കാൻ താല്പര്യമില്ല. അപ്പോൾ ദയവ് വിചാരിച്ച് ഞാൻ ഇതിനകത്ത് കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. ആദ്യം നമ്മളെന്ത് ചെയ്യുക? നമ്മൾ അങ്ങനെ വാരി വലിച്ച് കഴിച്ച് നടക്കുന്നുണ്ട്, കുഴിമന്തി കഴിക്കേണ്ടത് വലിയ വീടുവായത്തം തൊള്ളോട് പറഞ്ഞാൽ പോരാ. നമ്മൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും അടുത്ത ആൾക്ക് കുറവുണ്ടെങ്കിൽ അവരെയും കൂടി എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക, എന്നിട്ട് ഡയലോഗ് അടിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണം.
അവരുടെ ചട്ടിയിൽ പിന്നെ ചമ്മന്തിയോ എന്താ ഇലക്കറി മോശ, അത് പോഷകാഹാരമല്ലേ? ചീരൻ്റെ ഇല, മത്തൻ്റെ ഇല, മറ്റേ മുരിങ്ങൻ്റെ ഇല, ഇതൊന്നും നമ്മളാരും കഴിക്കാത്തതാണോ? 75 വയസ്സായ ആളുകൾക്ക് ഇതൊക്കെ തന്നെയായിരിക്കും താല്പര്യം, മനസ്സിലായില്ലേ? പിന്നെ അവർക്ക് അവരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും സമയമില്ല. അവർ ചുമ്മാ ഇങ്ങനെ നടക്കുക. കാരണം അവരൊറ്റയ്ക്കാണ്. അവർക്ക് മോളുണ്ട്. മോള് വളരെ കഷ്ടപ്പെട്ട് ഒരു കുടുംബമാണ്. അവർ പാവമാണ്, സാധുക്കളാണ്. അവരിപ്പോൾ ഉള്ളത് പിന്നെ കാളിക പഞ്ചായത്തിൽ പറശ്ശേരി ആ ഭാഗത്ത് എവിടേക്കാണ് താമസം. പക്ഷേ അവിടെ മോളും നാട്ടിലില്ല. ഈ മക്കളെ പോറ്റാൻ വേണ്ടി അവർ വിദേശത്താണ്. മക്കളെ പോറ്റാൻ വേണ്ടി അവർ വിദേശത്തേക്ക് പോയിക്കാണ്. മനസ്സിലാക്കണം. വിദേശത്തേക്ക് ഒരു പെണ്ണ് പോകണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് ഈ അമ്മ അവരടുത്തും പോയി നിൽക്കൊന്നുമില്ല. അവർ നാട്ടിലുണ്ടെങ്കിലും അവിടെയും പോയി നിൽക്കൊന്നുമില്ല. അവർ ഈ വീട്ടിൽ തന്നെ കിടക്കുള്ളൂ, അല്ലെങ്കിൽ അയൽവക്കത്തെ വീടുകളിലൂടെ നടക്കും. അവിടെ ഇവർക്ക് ആ സഹോദരന്മാരുണ്ട്, ആ വീട്ടിലേക്കും ചെല്ലൂല. ഒന്നും ഉണ്ടായിട്ടില്ല. അവർ നോക്കും, അവർ നല്ലോണം നോക്കും. അവർക്കൊക്കെ മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട്. ഇവരെ പിടിച്ചാൽ കിട്ടൂല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രചരിപ്പിക്കുമ്പോൾ സത്യം അറിഞ്ഞ് പ്രചരിപ്പിക്കുക, അല്ലാതെ വെറുതെ ചുമ്മാ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ.